ഫോർ ജീസസിൻ്റെ ഒരു ബ്ലസ്സഡ് സെക്ഷൻ കൂടെ കർത്താവ് നമുക്ക് നൽകി. വന്ന എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഉഷീന ഫ്രം കാനഡ. ഞാൻ പ്രൊണൗൺസ് ചെയ്തത് കറക്റ്റാണ് അല്ലേ മോളെ? ഉഷീന എന്നുള്ള പേര് കറക്റ്റാണ്. നല്ലൊരു പേരാണല്ലോ, അധികം ആളുകൾ കേട്ടിട്ടില്ലാത്തൊരു പേര്. സ്തോത്രം. ഗോഡ്സ് ഗിഫ്റ്റ്. ഓ ശരി, ഞങ്ങളത് വി വർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്. ഉഷീന എന്നുള്ള പേരിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ ഞാനും ഡോണാമോളും കൂടി ഇങ്ങനെ കുറച്ച് മുമ്പ് ചോദിച്ചതേ ഉള്ളൂ. ഡോണാമോൾ എന്നോട് ചോദിച്ചു ഈ പേരിൻ്റെ മീനിങ് ഗോഡ്സ് ഗിഫ്റ്റ് അല്ലേ? ശരി, കാനഡയിൽ നിന്നാണ് ജോയിൻ ചെയ്തത് അല്ലയോ? ദൈവം സഹായിക്കട്ടെ, ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പക്കാരൊക്കെ കേൾക്കേണ്ട ഒരു ടെസ്റ്റ് മണിയാണ്. പ്രിയപ്പെട്ട ഉഷീനയുടെ മോളുടെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾസ്, ചെറിയ പ്രായം മുതൽ ഒത്തിരി സ്ട്രഗിൾസിലൂടെ പോയി ഒത്തിരി ജീവിതാനുഭവങ്ങൾ ദൈവം നൽകി. ചെറിയ പ്രായത്തിൽ തന്നെ ഒത്തിരി ജീവിതാനുഭവങ്ങൾ ദൈവം നൽകി. പഠിത്തത്തിലുള്ള സ്ട്രഗിൾസ്, ജീവിതത്തിൽ അടുത്ത ഭാവിക്ക് വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പുകൾ വെക്കുന്നതിലുള്ള വെല്ലുവിളികൾ, എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് കൂടെ നിന്ന് മകളെ കരം പിടിച്ച് നടത്തി. മകളുടെ സാക്ഷ്യമാണ്, കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ്, മമ്മിയുടെ സാക്ഷ്യമാണ്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങൾ പ്രിയപ്പെട്ട ഉഷീനയ്ക്ക് നൽകുകയാണ്. ഞങ്ങൾ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾ കുറേ പേര് നമ്മളെ വാച്ച് ചെയ്യുന്നു. യൂട്യൂബിലൂടെ അടുത്ത ദിവസങ്ങളിലേക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ വലിയ ബ്ലെസ്സിങ് ആയി തീരട്ടെ. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശരി. എൻ്റെ പേര് ഉഷീന എന്നാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡയിലായിരിക്കുന്നു. പിന്നെ എൻ്റെ പപ്പ പുനലൂരാണ്. എൻ്റെ പപ്പ ഇപ്പോഴില്ല, മരിച്ചുപോയി. പിന്നെ എൻ്റെ അമ്മ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യം ഞാനിങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഷെയർ ചെയ്യുന്നത്. എൻ്റെ പപ്പായുടെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് എൻ്റെ പപ്പ ഭയങ്കര ഒരു മദ്യപാനിയായിട്ട് മദ്യപിക്കുമായിരുന്നു. അതായത് 3 നേരം മദ്യപിക്കുമായിരുന്നു. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നുപോയിരിക്കുന്നത്. അപ്പം വീട്ടിൽ ഒരു സമാധാനവും ഇല്ല, ഞങ്ങൾക്കൊരു സന്തോഷവും ഇല്ല. എപ്പോഴും വീട്ടില് വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും. പഠിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ആ സമയങ്ങളിൽ. എൻ്റെ അമ്മ ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ റിട്ടയർ ആയി. പക്ഷെ ആ സമയങ്ങളിലെല്ലാം എൻ്റെ അമ്മ പറയുമായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ദൈവത്തോട് എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തോടായിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്റെ വിഷമങ്ങള് എല്ലാം ഞാൻ മാറിയിരുന്ന ദൈവത്തോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം ദൈവമായിരിക്കും എല്ലാം സപ്പോർട്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമായിരുന്നു. അങ്ങനെ കുറെ നാള് കഴിഞ്ഞു. ഞാനൊരു 5ാം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പപ്പയുടെ മദ്യപാനം ഇങ്ങനെ കൂടി വന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് മാറി നിന്നു. ആ സമയത്ത് ഞാൻ 5ാം ക്ലാസ്സിലും എനിക്കൊരു അനിയനും കൂടെ ഉണ്ട്. അവന് 4 വയസ്സുമായിരുന്നു. അങ്ങനെ അവിടെ മാറി താമസിക്കുന്ന സമയത്ത് അമ്മ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നല്ലോ. അപ്പം കോളേജിൽ പഠിപ്പിക്കാൻ പോവാൻ വേണ്ടിയിട്ട് രാവിലെ വെട്ടം വീഴുന്നതിന് മുന്നേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രിവാൻഡ്രത്ത് നിന്ന് പത്തനാപുരത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ കൊണ്ടുവിടാനൊന്നും ആരുമില്ല. ഭയങ്കര ഇരുട്ടായിരിക്കും. ആ സമയത്ത് അമ്മ ഞങ്ങളെ രണ്ടുപേരും, അതായത് എന്നെ, എൻ്റെ അനിയനെയും എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് എത്തിയിട്ട് അമ്മ കോളേജിൽ പോകും. ആ സമയങ്ങളിൽ അമ്മയ്ക്ക് ദൈവം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനയിലൂടെയും മെസ്സേജുകൾ കേൾക്കാനും എല്ലാം. അങ്ങനെ ഈ 4 വർഷം ഇങ്ങനെ കടന്നുപോയി. 4 വർഷം കടന്നുപോയപ്പോഴും അമ്മ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചുറച്ചു നിന്നു. പക്ഷെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ആണ്. ഞങ്ങൾ ഓർത്തഡോക്സിലാണ്. ഞങ്ങൾ പെന്തിക്കോസ്ത് വിശ്വാസത്തിലേ അല്ല. അപ്പം എനിക്കും വലുതായിട്ട് പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തില്ല. പക്ഷെ അമ്മ എനിക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു തീരുമാനം എടുക്കുന്നു. കാരണം എൻ്റെ പപ്പായെ ആരും ടേക്ക് കെയർ ചെയ്യത്തില്ല. കാരണം അപ്പ ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അപ്പയുടെ സഹോദരങ്ങളാട്ടെ അപ്പായെ ഇങ്ങനെ ആരും ടേക്ക് കെയർ ചെയ്യത്തില്ല. കാരണം അവരെയും വേർപ്പിക്കും. അങ്ങനെയുള്ള അവസ്ഥയാ അവര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പ തന്നെ ഒറ്റയ്ക്ക് എൻ്റെ ഫാമിലി വീട്ടിൽ താമസിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഒരു തീരുമാനം എടുത്തു. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ദൈവം തന്നതാണ്. അപ്പം ഞാൻ ദൈവത്തിന് വേണ്ടി ആ മനുഷ്യനെ വീണ്ടെടുക്കണമെന്നൊരു തീരുമാനം എടുത്ത എൻ്റെ അമ്മ.
ആ ഒരു സ്റ്റെപ്പ്. പക്ഷെ എത്ര പേര് അങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ അമ്മയുടെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അത്രയും ഉപദ്രവവും എല്ലാം സഹിച്ചാണ് അമ്മ അവിടെ നിന്നത്. എല്ലാവരുടെയും മുന്നിൽ നിന്നയും പരിഹാസവും എല്ലാം അനുഭവിക്കേണ്ട ഒരവസ്ഥ. എനിക്കാണെങ്കിൽ സ്കൂൾ കാലത്ത് ഞാൻ സ്കൂളിൽ പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്റെ അപ്പ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് ഇങ്ങനൊക്കെ പറയുമ്പോ എന്റെ അപ്പ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം, ഭയങ്കര മനസ്സിന് ഭാരപ്പെടുത്തുന്ന അവസ്ഥയാണ് എനിക്ക്. എന്റെ ഫ്രണ്ട്സ് അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം, ഭയങ്കര വിഷമം ഞാൻ അനുഭവിക്കുമായിരുന്നു. എന്റെ അപ്പായെ അങ്ങനെ കണ്ടു, കുടിച്ചിട്ട് അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, തിരിച്ചു പോവാന്ന്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് കുറെ വർഷങ്ങളായിട്ട്. അവിടെ നിന്ന് മാറി ഞങ്ങളൊരു പത്തനാപുരത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ പോയി താമസിക്കാനായിട്ട് ഇടയായി. അങ്ങനെ എന്നാലും പക്ഷെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം കുറെ മദ്യപാനത്തിന് കുറെ മാറ്റം ഉണ്ടായി. എന്നാലും ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു. ഞാനും ഉണ്ട്, എന്റെ അനിയനുണ്ട്, എന്റെ അമ്മയുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് അടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. അപ്പം പിന്നെ കുറിച്ച് ഒരു ഭയങ്കര ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു വണ്ടിയും കൊണ്ട് മറിഞ്ഞു വീണ് ഭയങ്കര ഒരു ആക്സിഡന്റ് ആയിരുന്നു. അതില് കണ്ണിന്റെ ഒരു ഭാഗത്ത് ഫുള്ളും മുറിഞ്ഞ് കാലിന്റെ കുറെ ഭാഗം പോയി. പെട്ടെന്ന് ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട് കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു അന്ന്. എന്റെ അനിയൻ കുഞ്ഞായിരുന്നു. ഞാനിവിടെ എന്റെ അമ്മച്ചിയുടെ കൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ. 5 തൊട്ട് 10 വരെ എന്റെ അമ്മച്ചിയുടെ കൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്റെ അമ്മയും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ. അവിടുന്ന് ആംബുലൻസ് കയറ്റി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായത്. ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. തിരിച്ച് ജീവൻ കിട്ടുമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചത്. നേരിട്ട് കാണുമ്പോ എന്റെ അനിയനും കിടന്ന് കരച്ചിലായിരുന്നു. അവൻ കുഞ്ഞായിരുന്നു, ഏകദേശം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അവൻ ഈ അപ്പ ഇങ്ങനെ എന്റെ മുഖത്തെല്ലാം കൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകായിരുന്നു. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു വലിയ സാഹചര്യത്തിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് രക്ഷപ്പെട്ടു. ദൈവം രക്ഷപ്പെടുത്തി ആ മനുഷ്യനെ. അപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ കുടിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറയുമായിരുന്നു. എന്നാലും പുള്ളി കേൾക്കത്തില്ല. പിന്നെയും മദ്യപാനത്തില് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു 10 വരെ ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ട്രിവാൻഡ്രത്ത് ഒരു നല്ലൊരു സ്കൂളിൽ എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പത്തനാപുരത്തോട്ട് എന്റെ അപ്പന്റെ അമ്മയുടെയും കൂടെ ഞാൻ അവിടെ അടുത്തൊരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ അവിടുന്ന്, സ്കൂളിൽ നിന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് വീട്ടിലോട്ട്. അപ്പം ആ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ആദ്യമായിട്ടായിരുന്നു അവിടെ 11ഉം 12ഉം ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ തുടങ്ങുന്നത്. 10 വരെ ആ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു, പഠിക്കാൻ തുടങ്ങി. പഠിച്ച് കഴിഞ്ഞു. ഇതേപോലെ സാഹചര്യം വീട്ടില് 12ന്റെ എക്സാം, മെയിൻ എക്സാം ആയിട്ടും ഒരു രക്ഷയില്ല. ഭയങ്കര മദ്യപാനമായിട്ട് കുടിച്ച് ബഹളമാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഇല്ല. അങ്ങനെ അത് പോയി പരീക്ഷയൊക്കെ എഴുതിയപ്പോഴും മാത്സിന്റെ പരീക്ഷ ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര പാടായിരുന്നു. എക്സാം ഫെയിൽ ആവുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുക. കാരണം ആ പ്രാവശ്യം എക്സാം എഴുതിയപ്പം എല്ലാവർക്കും മാത്സ് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കുറെ പേര് ഫെയിൽ ആവാനിടയായി മെയിൻ എക്സാമിന്, 12ന്റെ മെയിൻ എക്സാമിന്. അപ്പം റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സായി. ദൈവകൃപ കൊണ്ട് ഞാൻ പാസ്സായി. അതുകൊണ്ട് പിന്നെ ആ മാത്സിന്റെ എക്സാം എഴുതേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ ചേരണം. എനിക്ക് എഞ്ചിനീയറിംഗ് എടുക്കണമെന്ന് ആഗ്രഹം. ഇങ്ങനെ 10 തൊട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന്. ഞാൻ ഇങ്ങനെ എഞ്ചിനീയറിംഗ് എടുക്കണം അത് തീരുമാനിച്ച് ഇങ്ങനെ വെച്ചേക്കും. അപ്പം എന്നെ കൊണ്ടുവിടാനൊന്നും ആരുമില്ല, കോളേജിൽ ചേർക്കാൻ ആരുമില്ല. ഒന്നീ നമുക്ക് പാരന്റ്സ് വന്നിട്ടല്ലേ നമ്മളെ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുക. അപ്പം ഞാൻ എന്തോ ചെയ്യും? എനിക്ക് ഇനി പഠനം എങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ആ സമയത്ത് ഭയങ്കര മദ്യപാനമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാവരും ഓരോ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് പറയത്തില്ലേ, ഇന്ന് കോളേജ് അഡ്മിഷൻ കിട്ടി, ഇന്നടുത്ത് കിട്ടി എന്ന് പറയും. അപ്പൊ ഞാനാണെങ്കിൽ വിഷമിച്ച്, എനിക്ക് കൊണ്ടുപോകാനും അറിയില്ല, ഞാൻ എന്തോ ചെയ്യേണ്ട, പഠിത്തം മുടങ്ങിപ്പോകുന്നുള്ള ഒരു അവസ്ഥയിലായി. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ 40 ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ദൈവമേ എനിക്കൊരു വഴി തുറന്നു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് കണ്ണിനൊരു കാഴ്ചക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അത് മധുരൈ
അരവിന്ദായി ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ പോവാനായിട്ട് ഇടയായി. ആ പോകുന്ന വഴിക്ക് ഇവരൊരു കോളേജ് കണ്ടു തമിഴ്നാട്ടിൽ. അങ്ങനെ ആ കോളേജില് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ അഡ്മിഷൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം എന്റെ ഫ്രണ്ട് അതിനു വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പം ഇവര് ഉള്ളത് കൊണ്ട്, എന്റെ ഈ ഫ്രണ്ടും ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ പോകണ്ടല്ലോ, അവിടെ എനിക്ക് പോവാലോ ഒരു ഹോപ്പ് കിട്ടി. അവിടെ പഠിക്കാൻ പോവാലോ എന്നൊരു ഹോപ്പ് കിട്ടി. ഇപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് ആണെങ്കിൽ മാക്സിമം അവർക്ക് കുറച്ച് പൊളിറ്റിക്കൽ ഹോൾഡ് ഒക്കെ ഉള്ളത് കൊണ്ട് നാട്ടിൽ തന്നെ കിട്ടാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ഫ്രണ്ടിന് അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കതൊരു ഹെൽപ്പായി. കാരണം എനിക്ക് അവിടെ ആ ഒരു കോളേജിൽ പഠിക്കാൻ പറ്റി. ഞാൻ തന്നെയായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തേനെ. കാരണം തമിഴ്നാടാണ്, പിന്നെ ഭാഷയ്ക്ക് പ്രശ്നം, ഫുഡിന് പ്രശ്നം, തന്നെ ട്രാവൽ ചെയ്യണം, അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ അപ്പായും അമ്മയും ഞാനും കൂടെ വണ്ടി പോയിട്ടാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. കോളേജിൽ പോയി കോളേജ് കാണുകയും അങ്ങനെ പിന്നെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയി. അങ്ങനെ ആ കോളേജിൽ പഠിക്കാനിടയായി. ആ കോളേജില് ആ ഫ്രണ്ട് ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ദൈവം ഒരുക്കിയത്. ഒരാളെ ദൈവം നമുക്ക് എപ്പോഴും ഒരുക്കും നമ്മളെ സഹായത്തിന് വേണ്ടി. അപ്പൊ ആ കുട്ടികളുള്ളത് കൊണ്ട് പഠിക്കാനും ഒരുപാട് ഹെൽപ്പായി. എനിക്കും എന്നെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യായിരുന്നു പഠിക്കാനൊക്കെ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കുന്ന ഒരു വ്യക്തിയേ അല്ല. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാ പഠിക്കുന്നത്. ഞാൻ എന്റെ അമ്മയടുത്ത് ചോദിച്ചാൽ അറിയാം, എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ എന്റെ അമ്മയായിരുന്നു 5ാം ക്ലാസ് വരെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ അമ്മയും ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാ മാത്സ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് പക്ഷെ എല്ലാ പ്രാവശ്യവും പ്രാർത്ഥിച്ചു മാത്സ് പഠിച്ചതിന് അത് പാസ്സാവും. നമ്മള് ഫെയിൽ ആവാനിട വരത്തില്ല, അതെല്ലാം പാസ്സാവും. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ വന്നപ്പം എന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ അമ്മച്ചിയുടെ കൂടെ വളർന്നെ. അപ്പൊ അമ്മച്ചി എന്റെ കൂടെ നിന്നപ്പം എനിക്ക് ട്യൂഷൻ ഒന്നും ഇല്ല. അപ്പം എന്നെ ഒരു ട്യൂഷൻ ലാസ്റ്റ് എക്സാമിന്റെ സമയമായപ്പോഴത്തേക്ക് ഒരു ട്യൂഷന് കൊണ്ടുപോയി ചേർത്ത്. അപ്പം ബോർഡ് എക്സാമിന് ഇരിക്കുക. എനിക്ക് എല്ലാത്തിനും അന്ന് ആ ഒരു വർഷം നടത്തിയ എക്സാമിനെല്ലാം എനിക്ക് മാർക്ക് കുറവായിരുന്നു. സത്യം പറയാം, എനിക്ക് മാത്സിന്. ഇപ്പൊ ഞാൻ ബോർഡ് എക്സാം എഴുതുക 10ല്. അപ്പം ഞാൻ ട്യൂഷന് പോയി പഠിച്ചിട്ട് എഴുതി പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയെങ്കിലും പാസ്സാവണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോയി എഴുതിയതാ. ആ പ്രാവശ്യം എനിക്ക് റിസൾട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് മാത്സിന് എനിക്ക് 85% കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി മാത്സിന്. ഞാൻ എന്റെ ഹിസ്റ്ററിയിൽ ആക്ച്വലി അതെനിക്ക് ഭയങ്കര കൂടുതൽ മാർക്കായിരുന്നു. കാരണം ഞാൻ മാത്സിന് നല്ല പുറകോട്ടായിരുന്നു. പക്ഷെ എനിക്ക് ദൈവം പ്രാർത്ഥിച്ച് ഒരു ദൈവം എനിക്ക് ഒരു കൃപ തന്നു. കാരണം മുന്നുള്ള 10ലെ പരീക്ഷകൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് കുറവായിരുന്നു. പക്ഷെ 10ല് ബോർഡ് എക്സാം വന്നപ്പോഴത്തേക്കും അതിന് ഏറ്റവും നല്ല മാർക്ക്, എല്ലാ സബ്ജക്റ്റിനും കൂടുതൽ മാർക്ക് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ കോളേജ് കാലം ഞാൻ പറഞ്ഞില്ല. അപ്പം കോളേജിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രൈഡേ വരെയാണ് ക്ലാസ്. ഫ്രൈഡേ ക്ലാസ് വൈകിട്ട് 4 മണി വരെ ഉണ്ട്. 4 മണി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാ. പെട്ടെന്ന് ഓടി വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യും, 4 മണിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ബസ് കയറും. എല്ലാരും ബസ് കയറിയിട്ട് 4 മണിക്കേ ബസ് കയറും. എന്നാലേ ഒരു 10 മണിക്കൊക്കെ 10-11 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. അതിന് അപ്പൊ 2 ദിവസം നമുക്ക് കിട്ടും. സാറ്റർഡേ സൺഡേയും കിട്ടും, 2 ദിവസം അവധി കിട്ടും. പിന്നെ മൺഡേ രാവിലെ തിരിച്ച് കോളേജിൽ പോയാൽ മതി. അങ്ങനെ അതുകൊണ്ടാണ് ഈ രാത്രി പുറപ്പെടുന്നത്. പക്ഷെ രാത്രി പുറപ്പെടുന്ന അത്ര സേഫ് ആയിട്ടുള്ള കാര്യമേ അല്ല. എന്നാലും ഒരു റിസ്ക് എടുത്ത് പോകുന്ന 2 ദിവസം വീട്ടിൽ നിൽക്കാന്നുള്ള ആഗ്രഹം കാരണം പോകുന്നതാണ്. വീട്ടിൽ ചെന്നാൽ ഇതേ അവസ്ഥയാ. വീട്ടിൽ ചെന്നാൽ ഭയങ്കര സമാധാനം ഇല്ലാത്ത അവസ്ഥ. അതിനേക്കാളും നല്ല ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് ചില സമയത്ത് തോന്നും. പക്ഷെ എങ്കിലും ഓടി അമ്മയും അനിയനെയും അപ്പയും കാണാനുള്ള ആഗ്രഹം കാരണം ഓടിപ്പോകുന്നതാണ്. അങ്ങനെ ഞങ്ങള് 4 മണിക്ക് കോളേജ് വിട്ട് ഇറങ്ങും, ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ഇറങ്ങും. ഇറങ്ങി വീട്ടിലെത്താറാകുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാം, അമ്മയെ വിളിക്കാം. അമ്മ അപ്പായ ഒന്ന് പറഞ്ഞു വിടാമോ, എന്നെ വിളിക്കാനെന്ന് ചോദിക്കുമ്പോ പറയും ഇല്ല, നല്ല ഇതായിട്ട് ഇരിക്കുക, വിളിക്കാൻ വരാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടുള്ള നിമിഷം എന്റെ ജീവിതത്തില്. ഒരു ഒറ്റയ്ക്ക് രാത്രി ആരും വിളിക്കാനില്ലാത്ത അവസ്ഥയില് ബസ് സ്റ്റാൻഡിൽ ഒന്ന് നിൽക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ നിൽക്കുന്ന സമയത്ത് ബസ് ഒന്ന് ലാസ്റ്റ് ബസ് പോയി കാണും.
എനിക്ക് അങ്ങ് വീട്ടിലോട്ട് എത്താനുള്ള ഇതില്ല. ഒന്നി ഒന്നി ഞാൻ ചിലപ്പം ചില സമയങ്ങളിൽ ഞാൻ ഡയറക്റ്റ് ബസ്സാണെങ്കിൽ ചിലപ്പോൾ വീടിന് അടുത്ത് വരെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടുന്ന് പിന്നെ ഞാൻ നടന്നു പോകണം ഒരുപാട് ദൂരം. അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പം എന്നെ വിളിക്കാൻ ആരുമില്ല. ചില സമയങ്ങളിൽ ഞാൻ ആഹ് എന്റെ ഫ്രണ്ടിന്റെ പപ്പ പപ്പ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാൻ കയറി വീട്ടിൽ വീട്ടിൽ അവരെന്നെ വീട്ടിൽ കൊണ്ടുവിടും ചില സമയങ്ങളിൽ. ചില സമയങ്ങളിൽ ഞാൻ നടന്നു പോകും. അപ്പൊ എന്റെ അനിയൻ ചിലപ്പം വരും. അനിയൻ കൊച്ച, അപ്പൊ 5ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും, അവനായിരിക്കും എന്നെ വിളിക്കാൻ വരുന്നത്. അങ്ങനെ അങ്ങനെ നടന്നു പോയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ദൈവം കൂടെ നിന്ന് പഠിക്കാനെല്ലാം ഒരുപാട് സഹായിച്ചു. ഈ ഇത്രയും വീക്കായ ഞാൻ, മാത്സിന് അത്രയും വീക്കായ ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തു. എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ഒരു പേപ്പർ പോലും തോക്കാതെ ഞാൻ എല്ലാം പാസ്സായി. ഞാൻ ബിടെക് പാസ്സായത് 80% ഞാൻ പാസ്സായത്. അതെന്റെ കഴിവും കൊണ്ടല്ല. ഞാൻ എല്ലാ പരീക്ഷയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തോട് നിലവിളിച്ച് സഹായിക്കണേ. പരീക്ഷ വരുമ്പോഴത്തേക്കും നമുക്ക് പേടിയാണ്. നമ്മൾ ഒരു പേപ്പർ, കാരണം എത്ര ഫീസ് കൊടുത്ത് പഠിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എന്റെ എന്റെ അവസ്ഥ എല്ലാം ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും, എന്റെ അവസ്ഥ ഇതാക്കും, എനിക്ക് എങ്ങനെയും മുന്നോട്ട് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത. കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമായിരുന്നു. അതേപോലെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ദൈവം ഒരുപാട് സഹായിച്ച എനിക്ക് അത്രയും 80% കിട്ടാനായിട്ട് സഹായിച്ചത്. എന്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് പേപ്പർ നഷ്ടമായെങ്കിലും ലാബ് എക്സാം ആട്ടെ അല്ലെങ്കിൽ തിയറി എക്സാം ആട്ടെ ഒരെണ്ണത്തിനും പോലും ഫെയിൽ ആയില്ല. പിന്നെ അതേപോലെ തന്നെ എംടെക് പഠിച്ചു. അവിടെ തന്നെ എംടെക് പഠിക്കാനിടയായി, അതും നല്ല മാർക്കോടെ പാസ്സായി. അതിനുശേഷം ഞാൻ ബിടെക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കയറാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ശ്രമിച്ചു. ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പം എന്റെ ഒരു റിലേറ്റീവ് ഒരു കമ്പനിയിൽ എനിക്ക് ഒരു അവസരം കിട്ടി അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. അത് ജസ്റ്റ് ട്രെയിനിങ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം, സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ സിവിൽ ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വേണം വർക്ക് ചെയ്യാൻ. അപ്പൊ പഠിച്ചതും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി സൈറ്റിൽ വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കൺസ്ട്രക്ഷൻ ഫേം ആയിരുന്നു. അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദുരനുഭവം ഉണ്ടായി എനിക്ക്. അവിടെ ഞാൻ കുറച്ച് നാളെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് വല്ലാത്തൊരു ഒരവസ്ഥ അവിടെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാനൊരു ഒരു പെൺകൊച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഫുള്ള് ഹിന്ദിക്കാരും മൊത്തം ആണുങ്ങൾ. പിന്നെ ഒരു സൈറ്റില് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ വർക്കായിരുന്നു നടന്നത്. ഇപ്പുറത്തെ സൈറ്റില് ഫ്ലാറ്റുകൾ ആരും വാങ്ങിച്ചിട്ടില്ല, തീരാത്ത. അപ്പം എനിക്ക് അവിടെ നിന്ന് ഒരു വല്ലാത്തൊരു ദുരനുഭവം എനിക്ക് ഉണ്ടായി അവിടുന്ന്. ഞാൻ ആ സമയത്ത് ഞാൻ ആരടുത്തും അത് ഷെയർ ചെയ്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസരം വരുമ്പോ നമ്മൾ ഓപ്പൺ ആയിട്ട് ആരത്തേലും ഷെയർ ചെയ്യണം. നമ്മുടെ പാരന്റ്സിനോട്ടാട്ടെ, നമ്മുടെ അറിയാവുന്നിടത്ത് ക്ലോസ് ആയിട്ടുള്ളടത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതാണെങ്കിലും അത് നമ്മൾ ഷെയർ ചെയ്യണം. ഒരിക്കലും അത് മറച്ചു വെക്കരുത്. ഞാൻ ആ സമയത്ത് ഞാൻ പേടിച്ച് അത് എന്റെ ഭാഗത്താണോ തെറ്റെന്ന് വെച്ച് അത് മറിച്ച് മിണ്ടാതിരുന്നു. അത് കാരണം ഞാൻ ആരടുത്തും പറഞ്ഞില്ല. ഞാൻ കുറച്ചു നാളെ അവിടെ ജോലി ചെയ്തോളൂ. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഒരു എംടെക് പഠിക്കാനായിട്ട് പോയി. അവിടുന്ന് ഇറങ്ങി 2 വർഷം അവിടെ പഠിച്ച് അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വീണ്ടും ഞാനിങ്ങനെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു, ഒരു ഓട്ടോക്യാഡിന്റെ ഒരു കോഴ്സ്. അപ്പം അത് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. അപ്ലൈ ചെയ്യാൻ പോയിട്ട് പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കൺസ്ട്രക്ഷൻ ഫേമിൽ ജോലി ചെയ്താൽ കൊള്ളാം, എങ്ങനെ ഒരു ജോലി കിട്ടും എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാനിങ്ങനെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു ആ ദിവസങ്ങളിൽ. ദൈവമേ, എനിക്ക് അറിയത്തില്ല, എനിക്കൊരു സഹായം ദൈവമേ അത് ചെയ്തു തരണേ. എനിക്കൊരു തുടക്കം, എനിക്കൊരു ജോലിക്ക് ഒരു തുടക്കം എനിക്ക് തുടങ്ങി തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ കുറെ ദിവസം പ്രാർത്ഥിച്ചു അടുപ്പിച്ച്. അതായത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. വർഷിപ്പ് ചെയ്ത് പ്രാർത്ഥിക്കും, പിന്നെ ബൈബിൾ വായിക്കും, പിന്നെ ദൈവം എനിക്ക് ചെയ്ത നന്മകൾ ഞാൻ എഴുതി വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു. രാത്രിയിലും പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കുറെ സമയം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഈ പഠിക്കാൻ പോയ സ്ഥലത്ത് തന്നെ ഒരു ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ജോബ് പോസ്റ്റിംഗ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു ജസ്റ്റ് അതിന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് അവരെന്നെ വിളിച്ച് ഇന്റർവ്യൂവിന് വരണമെന്നൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂവിനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അനക്കമൊന്നുമില്ല. ഒരാഴ്ചത്തേക്ക് അനക്കമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട്
ഒരാഴ്ച കഴിഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ ജോലിക്ക് ഞാൻ പോയി. ജോലിക്ക് ഞാൻ പോയപ്പോ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു. ദൈവമേ എനിക്ക് ഈ ജോലിക്ക് ഞാൻ പോവാണെങ്കിൽ ദൈവമേ വ്യക്തമായിട്ട് അത് ദൈവത്തിന്റെ ഒരു സിഗ്നേച്ചർ അതിൻ്റെ അകത്ത് ഉണ്ടാവണമേ. ദൈവം തരുന്ന ഒരു ജോലിയാണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് പോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം മുന്നേ ഒരു ജോലിക്ക് എനിക്കൊരു ദുരനുഭവം ഉണ്ടായതുകൊണ്ട് എനിക്കത് പോവാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചപ്പം ദൈവം എനിക്ക് ഞാൻ ആ ജോലിക്ക് കയറി. അവിടെ ഒരു നല്ലൊരു സാറായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആ സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ബിഗിനറായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ട്രെയിനിങ് തന്നു. പിന്നെ ഞാൻ അവിടുന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ആ ചെയ്ത എന്റെ ആ സ്ഥാനം എന്ന് പറയുന്നത് അവിടെ 10 വർഷം വർക്ക് ചെയ്ത ഒരു ചേട്ടനായിരുന്നു മാറിയത്. ആ ജോലിയാണ് എനിക്ക് കിട്ടിയത്. 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് മാറിയത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. ഞാൻ ആ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വെയിറ്റ് ചെയ്തു. ദൈവത്തിന് ചെയ്ത നന്മകൾ പറഞ്ഞു. അങ്ങനാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അപ്പൊ ദൈവത്തിന്റെ ഒരു കരുതൽ. അപ്പൊ ദൈവം നമ്മൾക്ക് ഓരോന്ന് തരുവാണെങ്കിൽ അതിനകത്തൊരു സിഗ്നേച്ചർ കാണും. അപ്പൊ ആ മാറിപ്പോയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒരു 6 മാസത്തെ കോൺട്രാക്ടിന് വേണ്ടിയിട്ടാണ് മാറിപ്പോയത്. 6 മാസം ഒരു PWDയുടെ ഒരു കോൺട്രാക്ട് വന്നപ്പം അതിനു വേണ്ടി മാറിപ്പോയ ആ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അപ്പൊ ആ ഒരു ഇത് കിട്ടിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആ ചേട്ടൻ തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ചിലപ്പോ മാറിപ്പോണ്ട അവസരം വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് പേടിച്ചു. എന്നാലും കുഴപ്പമില്ല. എനിക്ക് കുറച്ചെങ്കിൽ ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് കിട്ടുമല്ലോ എന്ന് ഞാൻ ആലോചിച്ച് ഞാൻ അവിടെ ജോലി കയറി അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് ഒരുപാട് ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം പഠിക്കാനിടയായി. പിന്നെ എനിക്ക് ആ സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ബന്ധുക്കോസ് ഒരു സാറാണ്. കാരണം എനിക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഒരു സൈറ്റിൽ നമുക്ക് വേറൊരു സൈറ്റിലോട്ട് പോകണമായിരുന്നു. അപ്പൊ ആ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയായിരുന്നു. ചില സമയങ്ങളിൽ എനിക്ക് ഓട്ടോയിലും ബസ്സിലും ഒക്കെ പോകേണ്ട അവസരങ്ങൾ വന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, വണ്ടി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ ഞാൻ ഡ്രൈവിംഗ് ഞാൻ വിചാരിച്ചു എന്തിനാ ഈ നടന്നും എന്താ ഓട്ടോ കയറി എപ്പോഴും പോകുന്നത്. നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോവാമല്ലോ. ഭയങ്കര പേടിയായിരുന്നു. ഇന്ന് തെന്നി വീഴുമെന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനത്തെ ഉള്ള അവസ്ഥയായിരുന്നു എന്റെ. ഭയങ്കര പേടിയായിരുന്നു വണ്ടി പഠിക്കുന്നതും ഒക്കെ. ആ സമയത്ത് എന്റെ പപ്പ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു വണ്ടി പഠിക്കാൻ. ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി പഠിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറച്ച് കോൺവെർസേഷൻ തുടങ്ങി. കാരണം എന്റെ പപ്പായുമായിട്ട് ഞാൻ വലുതായിട്ടൊന്നും സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു കോവിഡിന്റെ കാലഘട്ടത്തില് ഞങ്ങൾ തമ്മിൽ നല്ലതായിട്ട് കോവിഡിന്റെ കാലത്ത് ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര ഉപകാരമായി. കാരണം ആ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്ന കാലത്ത് ഈ ഷോപ്പുകളൊക്കെ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് വീട്ടിലിരിക്കാനും ഞങ്ങൾക്ക് സമാധാനം ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിന്നെ ആ സമയങ്ങളിൽ ഞാൻ വണ്ടി പഠിക്കുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞ് 2021 സമയത്തായിരുന്നു ഇങ്ങനെ അപ്പായിക്ക് വയ്യാതാവുന്നത്. അപ്പയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടായിട്ട് അപ്പൊ ഞങ്ങൾ നോട്ടീസ് ചെയ്തപ്പം ഭയങ്കരമായിട്ട് ആള് ഒന്നും കഴിക്കാതെ അവസ്ഥ വരും. തീരെ കഴിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ആശുപത്രി കൊണ്ടുപോവാം. ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പോകും. അങ്ങനെ ഇരുന്ന ആ ദിവസത്തിന്റെ രാവിലെ ഇങ്ങനെ ഞാനൊരു വിഷൻ കാണും. ഞാൻ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ഫാമിലി വീട്ടിൽ നിന്ന് ഒരു പാമ്പ് വന്നിട്ട് എന്റെ അപ്പായെ കൊത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പൊത്തിന്ന് ഇറങ്ങി വന്നിട്ട് അത് കൊത്തി കഴിഞ്ഞിട്ട് പക്ഷെ എന്റെ അപ്പ ജീവനോടെ നിൽക്കുക. അത് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഈ വിഷനിൽ ഞാൻ കാണുക. ഇത്രയോ സംഭവിക്കുന്നത്. അപ്പം ഞാനിത് അമ്മയടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അമ്മയടുത്ത് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ അപ്പായിക്ക് ഇങ്ങനെ ക്യാൻസറാണ് അറിഞ്ഞത്. ട്യൂമറാ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥ എന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തകർന്നു പോയി. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും, നമ്മുടെ അപ്പനോ അമ്മയോ അവർക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ ഉള്ളു കിടന്ന് അങ്ങ് പെടയും. അപ്പം മുന്നോട്ട് നമ്മള് എന്തോ ചെയ്യാം, നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള വഴിയാ നോക്കുന്നത്. നമ്മൾ ഒന്നി RCC പോവാ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്നിടത്ത് കൊണ്ടുപോവാ എന്നൊക്കെയുള്ള ചിന്തയാ മുന്നിൽ. പക്ഷെ ഞങ്ങൾ RCC കൊണ്ടുപോയി പറഞ്ഞു ഇന്ന മരുന്ന് കഴിക്കുക, അത് റിയാക്ട് ചെയ്യുന്നെങ്കിൽ അത് കഴിച്ചിട്ട് ഇന്ന മാസം അത് അതിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നോന്ന് അറിയാൻ വേണ്ടി
അങ്ങനെ അത് അതുമായിട്ട് കുറച്ച് നാൾ ഒരു 2-3 ആഴ്ച കഴിച്ചെങ്കിലും അതുമായിട്ട് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു. അതൊന്നും ഒരു ബലം ചെയ്യുന്നില്ലായിരുന്നു ബോഡിക്ക്. അത് കഴിച്ചത് കാരണം ബോഡി ഭയങ്കര വീക്കായിട്ട് മസിൽ മാസ് ഒക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പോയി ആളങ്ങ് ക്ഷീണിച്ച് നേരത്തേനെക്കാട്ടിലും അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. കാരണം ഈ കീമോതെറാപ്പിയുടെ മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ദേഹം. അങ്ങനത്തെ ഉള്ള ആ ഒരു അവസ്ഥയിലെത്തി. പയ്യെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി അപ്പയുടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ എന്തോ ചെയ്തു, ഞങ്ങള് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ ആണെങ്കിൽ പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ വന്ന് അമ്മ സ്നാനപ്പെട്ടത് 2007. ഞാൻ 2017 ഞാൻ സ്നാനപ്പെടുന്നത്. ഞാൻ ടിനു പാസ്റ്ററിന്റെ കീഴിലാണ് സ്നാനപ്പെടുന്നത്. ഞാൻ ടിനു പാസ്റ്ററിന്റെ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ അപ്പായ്ക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഈ ടെസ്റ്റ് മണിയൊക്കെ കാണുക. ഈ പല ക്യാൻസർ വന്ന് രക്ഷപ്പെട്ടവരുടെ ടെസ്റ്റ് മണി, അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റ് മണി. അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനും അമ്മയും അപ്പയ്ക്ക് വേണ്ടി അനിയനും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അപ്പയുടെ ശരീരം ഭയങ്കരമായിട്ട് ഒരു തേജസ് അനുഭവിക്കപ്പെട്ടു. തേജസ് ഭയങ്കര ഒരു വെളിച്ചം അനുഭവിക്കുന്നുണ്ടായിരുന്നു. പരീക്ഷിക്കപ്പെട്ടതൊന്നുമല്ല, അപ്പൊ ഓർത്തഡോക്സിലാ. പക്ഷെ ഭയങ്കര ഒരു ദൈവിക ഒരു വെളിച്ചം അപ്പയുടെ ശരീരത്തിൽ കാണാൻ തുടങ്ങി. അതിനുശേഷം പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആ ഒരു അവസ്ഥയെ കൂടെ പോകുമ്പോഴത്തേക്കും അത് ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഓഗസ്റ്റ് ഒരു 9-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും അപ്പ മരണത്തിനോട് കീഴടങ്ങി. അപ്പം ആ ഒരു സമയത്ത് അപ്പ മരിക്കുന്ന ആ ദിവസത്തിന് 3 ദിവസം മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു വിഷൻ കാണാനായിട്ട് ഇടയായി. അപ്പ സ്നാനപ്പെടുന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ ഏഞ്ചൽസ് വന്നു. ഇതാ ഞാൻ കണ്ട ഒരു വിഷൻ. അപ്പൊ ഞാനാണെങ്കില് എന്റെ അമ്മയോട് പറയുന്നു, നമ്മള് ഇവിടുന്ന് എല്ലാം ആശുപത്രിയിൽ നമ്മള് എല്ലാ അപ്പ ശരിയായി, അപ്പക്ക് അസുഖം റിക്കവറായി, നമ്മൾ ആശുപത്രിയിൽ നമ്മൾ പോകുന്ന ഒരു ദിവസം വരും അമ്മ. ഞാനിങ്ങനെ അമ്മയടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആശുപത്രിയിൽ കിടന്നത്. കാരണം അപ്പയ്ക്ക് ഇങ്ങനെ ക്യാൻസർ കൂടിയിട്ട് അപ്പയുടെ ലിവർ ഫങ്ഷൻ ഇതായിപ്പോയി. അങ്ങനെ വന്നിട്ട് ഈ വയറിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ. വയറ് ഭയങ്കരമായിട്ടും വലുതായിട്ട് ഇങ്ങനെ അതിന്റെ അകത്തും നമ്മള് വെള്ളം പുറത്തോട്ട് വലിച്ചെടുക്കണം. വലിയൊരു സിറിഞ്ച് എടുത്തിട്ട് അത് കുത്തിയിട്ടാണ് അതിന്റെ അകത്ത് വയ്യാതെ കിടക്കുന്ന ഈ മനുഷ്യനെ ഈ സിറിഞ്ച് വഴി ഈ വെള്ളം ഫുള്ള് വലിച്ചെടുത്ത് കളയേണ്ട അവസ്ഥ. അത് നമ്മൾ കണ്ടോണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ വയറെന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ വലുതാ. എന്നിട്ട് ഈ സൂചി വയറ്റിൻ്റെ അകത്ത് വലിയ സൂചി നമ്മുടെ വയറ്റിൽ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി അതിന്റെ എടുക്കണം. ഈ ഇത് എനിക്കും എന്റെ അമ്മയ്ക്കും അത് കാണാനായിട്ട് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ മാറി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും ആ സമയങ്ങളിലൊക്കെ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അമ്മയടുത്ത് ഈ വിഷൻ കണ്ടിട്ട് ഞാൻ പറയുക, നമ്മള് അപ്പ ഇതിന്റെ അകത്തൊന്ന് സേവ് ആയി, രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ എന്റെ ഇതുകൊണ്ട് ഞാൻ അമ്മയോട് പറയും. പക്ഷെ അതിന്റെ അർത്ഥം അതല്ലായിരുന്നു ആക്ച്വലി. അത് മൂന്നാമത്തെ ദിവസം അപ്പ മരിക്കാൻ പോകുന്നതായിരുന്നു അത് സിംബലൈസ് ചെയ്തത്, മുന്നേ കാണിച്ചു തന്നതാണ്. അത് ഏഞ്ചൽസ് വന്നു അപ്പായെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു ഇതാണ് അതിന്റെ അകത്തൂടെ വ്യക്തമാക്കി തന്നത്. പക്ഷെ അത് അറിയത്തില്ലായിരുന്നു അപ്പൊ അതെന്തുവാണ്. അങ്ങനെ ആ സമയത്ത് എന്നെ ജോലിക്ക് വിളിച്ചായിരുന്നു ആ ദിവസം. അപ്പൊ മരിക്കുന്നതിന് മുന്നേ എന്നെ ജോലിക്ക് രാവിലെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ തീരെ വയ്യ, കാരണം ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം വേദന ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദനയായിരുന്നു. അപ്പം ഈ ഭയങ്കരമായിട്ട് പെയിൻ കില്ലർ കൊടുത്ത് ഇച്ചിരി മയക്കിയിട്ടേക്കുക, വേദന ഒരുപാട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഞാനിങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് പോവാനുള്ള ഒരു മനസ്സില്ല. ഞാൻ എന്റെ അപ്പയെ കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുക. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എന്റെ പപ്പായ്ക്ക് തീരെ വയ്യ,
ഞാൻ പെട്ടെന്ന് വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു പൊക്കോ, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ആ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ അപ്പയുടെ അവസ്ഥ ഇങ്ങനെയാ. അപ്പൊ ആ സാർ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു പാസ്റ്ററിനെ കൊണ്ട് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. സാറിന്റെ ഒരു ഫ്രണ്ടായി പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം ആ പാസ്റ്ററിനെ വിളിച്ചിട്ടും ആ ദിവസത്തെ കിട്ടിയില്ല. ഇതിൽ അത് മരിക്കാൻ പോകുന്നത് കൊണ്ട് ഓരോ ഇനി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ഇല്ലെന്നുള്ളതായിരിക്കും. ആ പാസ്റ്ററും ഒരു നിയോഗം ഇല്ല ആ സമയത്ത്. ആ പാസ്റ്ററും ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായില്ല. കിട്ടിയില്ല. വിളിച്ചിട്ട് ആ പാസ്റ്ററിനെ കിട്ടി. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വേറൊരു സ്ഥലത്ത് പോവാ, പിന്നീട് ഒരിക്കൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പയ്ക്ക് വേണ്ടി. മരിക്കുന്നതിന്റെ അന്നാണ് ഈ സംഭവം. അപ്പൊ ഞാൻ ഓടി ഹോസ്പിറ്റലിലേക്ക് പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പ ഇങ്ങനെ ഒരു ശ്വാസം ഇങ്ങനെ ദീർഘശ്വാസം വലിക്കുന്നു. അപ്പം എന്റെ അമ്മ അടുത്തിരിപ്പുണ്ട്. അപ്പൊ അമ്മ ഓടി ഡോക്ടറിനെ വിളിക്കുന്നു. അപ്പൊ ഡോക്ടറിനെ വിളിച്ചപ്പം എല്ലാരും വന്നു നോക്കിയപ്പോ പറഞ്ഞു "നീ ആഹ് ഒന്നും ചെയ്യാനില്ല, നീ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു." അപ്പൊ ഞാനുണ്ട്, എന്റെ അനിയനുണ്ട്. അനിയൻ 12ൽ പഠിക്കുക. പിന്നെ എന്റെ അമ്മയുടെ അമ്മയുണ്ട്. അമ്മയുടെ അമ്മ വീട്ടില. അപ്പൊ ഞങ്ങൾ രണ്ടും ഹോസ്പിറ്റലില. അപ്പൊ എനിക്ക് ആരെ വിളിക്കണം എന്തോ ചെയ്യണം ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ എന്റെ അപ്പയുടെ സഹോദരനെ വിളിക്കുന്നു. പിന്നെ എന്റെ ജോലി സ്ഥലത്തുള്ള സാറിനെ വിളിക്കുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആ സമയത്ത്. അപ്പൊ ലാസ്റ്റ് അപ്പായെ നോക്കുന്നത് എന്റെ അമ്മയെ. അമ്മ ഇങ്ങനെ നോക്കും. അപ്പൊ ഇങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി അപ്പം മരിക്കാൻ പോവാന്ന്. അപ്പൊ ഇങ്ങനെ അമ്മ ഇങ്ങനെ കണ്ണുപയ്യെ അടച്ചു. അപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമം നിറഞ്ഞൊരു സമയമായിരുന്നു. അമ്മ അങ്ങ് ഭയങ്കര നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. കാരണം ദൈവം എന്നെ അവിടെ എന്റെ അപ്പയുടെ ആ ഒരു സമയത്ത് അവിടെ എന്റെ കൂടെ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിന്റെയും എന്റെ അപ്പയുടെ മരണസമയത്ത് ഞാൻ അവിടെ ഉണ്ടാവണം എന്നുള്ള ദൈവത്തിന്റെ ഒരു അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അത് കാണത്തില്ലായിരുന്നു. അമ്മയും തന്നെയായിരുന്നു. അതുകൊണ്ട് അമ്മയെ ബലപ്പെടുത്താനും പറ്റി. പിന്നെ അപ്പയെ കൊണ്ടുപോയി അടക്കിയ രീതിയെല്ലാം ഓർത്തഡോക്സ് രീതിയിൽ അടക്കി. പക്ഷെ അപ്പ അപ്പയെ രക്ഷയുടെ വചനം പറഞ്ഞു കൊടുത്തത് PG വർഗീസ് പാസ്റ്ററിനെ ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ PG വർഗീസ് പാസ്റ്റർ ഞങ്ങൾക്ക് അപ്പായെ വിളിച്ച് രക്ഷയുടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തോ ചെയ്തു, ഞാൻ ഭയങ്കരമായ ഒരു ഡിപ്രഷനിലേക്ക് പോയി. ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ 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 മാനസിക നില ഒരുമാതിരി തളർന്ന ഒരു അവസ്ഥയിലായി. കാരണം എനിക്ക് പെട്ടെന്ന് എന്റെ അമ്മയോടും എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ പിന്നെ പെട്ടെന്ന് വിഷമം വരുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള അടച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇരുന്ന് അമ്മയ്ക്കും അത് മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെ എനിക്ക് പറ്റുന്നതെന്ന്. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ഡിപ്രഷൻ ആണ്, ഇതിന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു 3 മാസം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ആ മരുന്ന് വാങ്ങിച്ചു. അത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ശാന്തമായിട്ടുള്ള അവസ്ഥയാണ്. നമുക്ക് അങ്ങനെ ദേഷ്യമോ അങ്ങനെ ഒന്നും വരത്തില്ല. ഭയങ്കര ശാന്തമാണ്. പക്ഷെ രാത്രിയിലൊക്കെ ആവുമ്പോഴത്തേക്ക് എത്ര പ്രാർത്ഥിച്ചിട്ട് കിടന്നാലും ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് നമുക്ക് മുന്നേ വരുന്നത്. ലൈക് ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് പേടിപ്പെടുന്ന സ്വപ്നങ്ങള്. അതായത് ഈ മോർച്ചറിന്നുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് എന്റെ മുന്നിൽ കാണുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ചിട്ടാ കിടക്കുന്നത്. എങ്കിലും കൂടി ഇതൊക്കെയാ കാണുന്നത്. ഭയങ്കരമായിട്ടുള്ള വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റിട്ട് ഞാൻ പോയി തന്നെ ഇരുന്ന് കരച്ചിൽ. ഞാൻ കരഞ്ഞ് നിലവിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ഇതിൽ നിന്നൊന്നും വിടുവിക്കണേ, എനിക്ക് ഇതിൽ നിന്നും പുറത്തു വരണം, എനിക്ക് ഇന്ന് വന്നേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും മാറ്റം ഞാൻ കാണുന്നില്ല. ഞാൻ 2-3 വട്ടം ഇങ്ങനെ ഭയങ്കര പേടിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് നമുക്കത് ഞെട്ടിയാ നമ്മൾ ഉണരുന്നത്. അപ്പം അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനും എന്റെ അമ്മയും കൂടെ വിചാരിച്ചു, എനിക്ക് ഒരു ദിവസം ഉറക്കമേ കിട്ടിയില്ല. ഞാൻ ഉറക്കം ഒഴിഞ്ഞിരുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട്
രാവിലെ വരെ ഉറങ്ങിയില്ല. അപ്പൊ എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ എന്റെ അമ്മ എന്നെ അടുത്ത് ചോദിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നീ ഉറങ്ങിയോന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങാനേ പറ്റിയില്ല. അപ്പൊ ഞാൻ അമ്മയടുത്ത്, അമ്മ അന്ന് ജോലി ചെയ്യുന്ന സമയം, അപ്പൊ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇന്ന് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം അമ്മയും ഞാനും കൂടെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടി വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി, ഇങ്ങനെ വർഷിപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി, ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു ദേവദാസൻ ഒരു ഒരു ദേവദാസൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാനായിട്ട് തീരുമാനിക്കുന്നു. പാസ്റ്ററിന് ആക്ച്വലി വേറൊരിടത്ത് ഒരു മീറ്റിംഗ് ഉള്ളതായിരുന്നു. പക്ഷെ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ പോവാൻ തീരുമാനിച്ചു. എന്താണെന്ന് അറിയത്തില്ല, ആ പാസ്റ്ററിന് അങ്ങനെ തോന്നി, ദൈവം അങ്ങനെ തോന്നിച്ചു. അപ്പം പാസ്റ്റർ ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, ഇങ്ങനെ എന്റെ അമ്മയെ വിളിക്കാം, അമ്മയെ വിളിച്ചിട്ട് ആദ്യത്തെ കോളിൽ എടുക്കുവാണെങ്കിൽ എന്റെ വീട്ടിൽ വരാം, അല്ലെങ്കിൽ അങ്ങ് മീറ്റിങ്ങിന് പോവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് പാസ്റ്റർ വന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ പാസ്റ്ററിനടുത്ത് പറഞ്ഞു എന്റെ അവസ്ഥ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷനെ കൂടെ കടന്നു പോവാ ഞാൻ. അപ്പൊ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് അന്ന് എനിക്കൊരു വലിയൊരു ദൈവ സമാധാനം എനിക്ക് ഉണ്ടായി. എന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം എനിക്കന്ന് കിട്ടി. അന്ന് എനിക്ക് ഡിപ്രഷനിൽ നിന്ന് വിടുതല കിട്ടിയതാ. ഞാൻ പിന്നെ ഒരാഴ്ച കാലമേ ഞാൻ മരുന്ന് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം മരുന്ന് എടുത്തിട്ടേ ഇല്ല. ഇന്ന് വരെ ഞാൻ മരുന്ന് എടുത്തിട്ടില്ല. ആദ്യം ഒരു കണ്ടിന്യൂസ് ഒരു വിടുതലുണ്ടായി. പിന്നെ ഇങ്ങനത്തെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു വിടുതലായിരുന്നു അത്. കാരണം ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഭയം കൊണ്ടുവരും. അത് ഒരു പൈശാചിക ശക്തി തന്നെയാണത്. ഭയങ്കരമായിട്ട് എല്ലാത്തിനും ഭയം. ഇപ്പൊ വണ്ടി കയറിയാലും വണ്ടിയിൽ സ്പീഡ് കൂടുമ്പോഴും നമുക്ക് ഭയമാണ്, എന്തെങ്കിലും വണ്ടി ഇടിക്കുവോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭയത്തിന്റെ ചിന്തകളായിരുന്നു. അതിൽ നിന്ന് കംപ്ലീറ്റ് ഒരു വിടുതൽ ദൈവം തന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്തോ ചെയ്തു, ഞാൻ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ദുബായില് പോവാൻ വേണ്ടി കല്യാണം കഴിച്ച് പോവാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ചെയ്തു, ഞാൻ പുറത്തു പോയി പഠിക്കണം എന്നുള്ള ഇതില് ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി. എന്റെ അമ്മ പറഞ്ഞു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചോദിക്കുക, നീ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാനാണെങ്കിൽ ചിന്തിച്ചത്, ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, നമ്മൾ മുന്നിലോട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുത്ത് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ ദൈവം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് എന്റെ മുന്നിൽ. അപ്പൊ ഞാൻ എന്തോ ചെയ്തു, ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ അതെല്ലാം ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്തോ ചെയ്തു, ഞാൻ ഐഎൽസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സമയങ്ങളെല്ലാം ഭയങ്കരമായിട്ട് തടസ്സം നേരിടേണ്ടി വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് തടസ്സം നേരിടേണ്ടി വന്നു. ആ സമയങ്ങളിലായിരുന്നു എന്റെ അപ്പയ്ക്ക് വയ്യാണ്ടിരുന്ന സമയം. ആ ഒരു സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് ഞാൻ പഠിക്കാൻ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ അപ്പയുടെ കൂടെ, അപ്പ മരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനും അപ്പയുടെ കൂടെ നിൽക്കാനും ആ ഒരു സമയം എനിക്ക് കിട്ടി. അത് ദൈവം എനിക്ക് തന്ന ഒരു സമയമായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഒരു വർഷക്കാലം ഞാൻ പ്രാർത്ഥിച്ചു. ഒരു വർഷക്കാലം ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആലോചിച്ചു, ദൈവമേ, എന്റെ ജീവിതത്തില് ഞാൻ ഇനി എന്തോ ചെയ്യും, എനിക്ക് അറിയത്തില്ല, ഞാൻ മുന്നോട്ട് എന്തോ ചെയ്യും. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ അമ്മ മാത്രമേ ഒരു ഏർണിംഗ് മെമ്പർ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി ഒരു എംടെക് പഠിച്ചു, എന്റെ താഴെ ഒരു അനിയനുണ്ട്. ഇനി ഞാൻ പോയി അത്രയും പൈസ ഞാൻ എന്നെ കൊണ്ട് ഇനി അമ്മയെ കൊണ്ട് ചെലവാക്കുന്നത് എനിക്ക് പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്റെ അമ്മ ഇനി അതിനു വേണ്ടി പൈസ ചെലവാക്കണം, ലോൺ എടുക്കണം, എന്റെ അനിയൻ താഴെ ഉണ്ട്, പിന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടണം, ഇതെല്ലാം ഒരു ചെലവല്ലേ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു. ദൈവം ഒരു വഴി തുറന്നു. ദൈവം നമുക്ക് എല്ലാത്തിനും ഒരു വഴി തുറക്കും. പക്ഷെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ജീവിതത്തില് എനിക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഒരുപാട് താമസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരു ഡിലേ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ബെസ്റ്റേ ദൈവം തരത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ച് ഇച്ചിരൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കണം. ആ സമയങ്ങളിൽ ദൈവത്തെ വിശ്വസിച്ച് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് അത്ഭുതത്തിന്റെ വഴി തുറക്കും. അതേപോലെ ആ ജോലി എനിക്ക് കിട്ടിയത് ഒന്നും ഇല്ലാത്തടത്ത് ആരും പറയാതെ, ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ എനിക്ക് കിട്ടിയ ഒരു ജോലി അത്. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, അമ്മയടുത്ത് പറയുന്നു, എനിക്ക് ജോലി തരും, ഏലിയാവിന് കാക്കയെ കൊണ്ട് ആഹാരം കൊടുപ്പിച്ച ദൈവം എനിക്കും ഒരു ജോലി തരും, എനിക്കും ദൈവം തരും,
എന്ന് ഞാൻ ആ ഒരു വാക്യം ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ആ ജോലി കിട്ടിയത്. അതുപോലെ ദൈവം തരും, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ IELTS ഒക്കെ എഴുതി എടുക്കാന്ന് പറഞ്ഞു. IELTS എഴുതി. പിന്നെ ഞാൻ സാന്റാ മോണിക്കയിൽ പോയി. ഞാൻ കോഴ്സൊക്കെ സെലക്ട് ചെയ്തു, കോളേജ് സെലക്ട് ചെയ്യാൻ പോയി. പിന്നെ ഞാൻ അതിനു വേണ്ടി കുറെ ഇതുണ്ടായിരുന്നു, വെസ്റ്റ് ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകും. പക്ഷെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഭയങ്കര തടസ്സമായിരുന്നു. എനിക്കത് കിട്ടിയില്ല. 2-3 വട്ടം ഞാൻ അപ്ലൈ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ തടസ്സം എന്താ, ഇനി എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഓരോന്നോരോന്ന് ഞാൻ മുന്നോട്ട് ചെയ്യാൻ നോക്കുന്നു, എനിക്കൊന്നും പറ്റുന്നില്ല, എല്ലാം തടസ്സമാണ്. കാരണം അപ്പയ്ക്ക് വയ്യാണ്ടാവുന്നതും ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ഇവിടെ നേരിടേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ 6 മാസം കഴിഞ്ഞു, എന്റെ അപ്പ മരിച്ചിട്ട് 6 മാസം ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്റെ കല്യാണം ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഞാന് പഠിക്കാൻ പോയിട്ട് ഞാൻ എന്റെ ബുദ്ധി ചിന്തിക്കാം. ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ വന്നിട്ടാണ് നാട്ടില് കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരാളെ കല്യാണം കഴിച്ചായിരിക്കും അങ്ങനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ദൈവം എനിക്ക് വലിയൊരു അത്ഭുതത്തിന്റെ ഒരു വഴി എനിക്ക് തുറന്നു. കാരണം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഭയങ്കര നല്ലൊരു മനുഷ്യന്. എന്റെ ഹസ്ബൻഡിന്റെ ഫാദറും എന്റെ മദറും ഒക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ ചെന്നത്. എന്റെ അപ്പ ഇല്ലാത്തൊരു പ്രസൻസ് എനിക്ക് കിട്ടിയ ഒരു സ്നേഹവും, എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെ കിട്ടി അവിടെ. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു അമ്മയെ അവിടെ കിട്ടി. കാരണം എന്റെ അമ്മയെക്കാട്ടിലും എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ഇത്രയും വിഷമങ്ങൾ കൂടെ കടന്നു പോയത് കൊണ്ട് ദൈവത്തിന്റെ ഒരു ഫേവർ എന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു പാരന്റ്സിനെ കിട്ടി. കാരണം എന്റെ അമ്മ നോ പറയുന്ന കാര്യത്തില് എന്റെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട്, ഒരു ഫ്രണ്ടിനെ പോലെ ഞങ്ങൾ. അപ്പൊ ഞാനൊക്കെ നോക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ ഹസ്ബൻഡിന്റെ അമ്മമാരെ അപ്പന്മാരെയൊക്കെ നോക്കുമ്പോൾ അവർക്കും അവരുമായിട്ടൊന്നും ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ അമ്മയപ്പൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് വേണ്ടി ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയിൽ എനിക്ക് കയറി ചെല്ലാൻ പറ്റി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കാനഡയിലായിരുന്നു. ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് അത് എനിക്ക് ഇങ്ങോട്ട് വന്ന ഒരു പ്രപ്പോസല. അപ്പൊ എനിക്ക് അവിടെ കാനഡയിൽ എത്താൻ പറ്റി. അത് ദൈവത്തിന്റെ വഴി നോക്കണേ. നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കും നമ്മൾക്ക് ഇങ്ങനെ പോവാം എന്ന് ചിന്തിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന അതൊന്നും അല്ല, അതിനപ്പുറമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ എത്തി. പക്ഷെ ഇവിടെ എത്താൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് വർഷം ഏകദേശം 1 വർഷം ഞാൻ നാട്ടിൽ നിന്നിട്ട് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. പക്ഷെ അത് എന്റെ ജീവിതത്തില് ഓരോരുത്തടത്തും ഒരു ഡിലേ ഉണ്ടാവുന്നത്. അപ്പൊ ഇനി കല്യാണം കഴിച്ചിട്ട് 1 വർഷം കഴിഞ്ഞാൽ ഞാൻ കാനഡയിൽ എത്തുന്നത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത്. അപ്പം ആ ഇരുന്ന സമയങ്ങളിൽ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് പെർമനന്റ് റെസിഡന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതെന്ന് പറഞ്ഞ ഒരു വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. കാരണം ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ആണ്. ഞാൻ തന്നെ ഒരു പെൺകൊച്ച് ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ പഠിക്കാനും ഒരുപാട് കാണും. പിന്നെ അതിനൂടെ പാർട്ട് ടൈം വർക്ക് ചെയ്യണം. പിന്നെ അവർക്ക് PR എടുക്കുന്നതിന്റെ തിരക്കുകൾ, PR എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ജോലി ഭയങ്കര സ്ട്രഗിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഉള്ള സമയം കാണത്തില്ല. ഫുഡ് കുക്ക് ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് ഭയങ്കര ഹാർഡ് വർക്കാ. അപ്പൊ ആ ദൈവം നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യുന്ന ഓരോ നന്മകളുമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1 വർഷം ഡിലേയോടാണെങ്കിൽ ഇവിടെ വന്നെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. അങ്ങനെ ഞാൻ PR ഇവിടെ വന്നു. എനിക്ക് ഒരു സമാധാനമുണ്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ലൈസൻസിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ G1 എഴുതുന്നതായിരുന്നു. G1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലേണേഴ്സ് ലൈസൻസ് ആയിരുന്നു. നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ ലേണേഴ്സ് ലൈസൻസ് ഉണ്ട്. അത് ഫസ്റ്റ് ചാൻസിൽ ക്വാളിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് G2 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് പിന്നെ നാട്ടിൽ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഇവിടെ വന്ന് ഓടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് അത്ര ധൈര്യമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് ചാൻസിൽ എഴുതിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു.
അതിനുവേണ്ടി ഡ്രൈവിംഗ് ക്ലാസ്സിന് ഇടയ്ക്ക് പോയി. ഇവിടെ അങ്ങനെ ഒരുപാട് അങ്ങനെ നമ്മളെ ഡ്രൈവിങ്ങിന് പഠിപ്പിക്കാതൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് കുറച്ച് ക്ലാസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റിന് പോവുക, എടുക്കുക. ടെസ്റ്റിന് പോകുന്ന അന്ന് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചാ പോയത്. അപ്പൊ ഞാനിങ്ങനെ പാസ്റ്ററിന്റെ അടുത്ത് മെസ്സേജ് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഇങ്ങനെ ടെസ്റ്റിന് പോവാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാസ്റ്ററും പ്രാർത്ഥിക്കുമായിരുന്നു, മെസ്സേജ് ഇട്ടായിരുന്നു അന്ന്. ആ സമയത്ത് ഞാനിങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ടെസ്റ്റ് എനിക്ക് പാസ്സാവണേ, എനിക്ക് പാസ്സാക്കാൻ, എനിക്ക് ഓടിക്കാൻ പറ്റണേ, മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല. കാരണം ഈ ഇൻസ്ട്രക്ടർ കയറി ഇരിക്കുമ്പോൾ അവർ നമ്മൾ ഓരോ കാര്യത്തിനും നമ്മളെ ചെക്ക് ചെയ്തായിരുന്നു. ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നോക്കി അവര് നമ്മളെ വിലയിരുത്തുന്നത്. അതിനനുസരിച്ച് നമ്മളെ നെഗറ്റീവ് പോയിന്റ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ തോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകത്തിന്റെ 31:8 എനിക്ക് കിട്ടിയത്. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നു, നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വണ്ടി എന്ന് പറഞ്ഞാല് വണ്ടി ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാണുമ്പോഴേ യു അവിടുന്ന് ഒരു വണ്ടി വരുന്നു, നമ്മൾ നേരെ ഓടിക്കുന്നത്, എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് നമുക്ക് അതിലെ കൂടെ പോകാനുള്ള സ്ഥലമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പേടിയും കാര്യങ്ങളും. പക്ഷെ ഞാൻ അവിടെ സമാധാനമായിട്ട് വണ്ടി കയറിയിരുന്നു. ടെസ്റ്റിന്റെ ദിവസം ഞാനിങ്ങനെ വാക്യം പറഞ്ഞു, ഈ വാക്യം എനിക്ക് ദൈവം തന്ന വാക്യം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കാറിൽ ഇരിക്കുക. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് വന്ന് ഞങ്ങൾ ഒരുമിച്ച് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, അന്ന് ഞാൻ ഇന്ന് കരഞ്ഞുകൊണ്ടാ പോകുന്നത്, ഇത് പാസ്സാവോ, എങ്ങനെ ഞാൻ ഇത് പാസ്സാവോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചാ ഞാൻ ഇങ്ങനെ കയറുന്നത്. അപ്പം അപ്പൊ എന്റെ ബാക്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി നല്ല ധൈര്യത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കരഞ്ഞ് നിലവിളിച്ച് പോകുന്നേ. അപ്പൊ എനിക്ക് എന്താ ഇത്ര ധൈര്യം ഉള്ളോ എന്ന് ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പൊ ആ കുട്ടി, ഞാൻ എന്റെ കാറിൽ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയം ആ കുട്ടി കാറും എടുത്തുകൊണ്ട് ഇൻസ്ട്രക്ടറിന്റെ കൂടെ പോയി. അപ്പൊ പോയി കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരുക, എന്റെ കാറിന്റെ ഇപ്പുറത്തെ സൈഡിൽ അത് പാർക്ക് ചെയ്യുന്നു. അത് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണും. അപ്പൊ ഈ കുട്ടിക്ക് എന്ത് ധൈര്യ, അത് നല്ലതായിട്ട് ഓടിക്കുന്നല്ലോ, ഇങ്ങനെ വേണം ഞാനും ഓടിക്കാനെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുക എന്റെ വണ്ടിയിൽ. അത് കുറച്ച് മിനിറ്റുകൾ കഴിയുന്നതേ ഉള്ളൂ. ആ കുട്ടി ബ്രേക്കിന് പോലെ ആക്സിലറേറ്റർ ചവിട്ടി വണ്ടി ഭയങ്കര സ്പീഡില് നമ്മള് ഇടിച്ച് എന്താ ഫുട്പാത്തിന്റെ അവിടോട്ട് കേറി നിൽക്കേണ്ട അവസ്ഥ വന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ വണ്ടിയിൽ ഉള്ള എക്സാമിനറും പേടിച്ചുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഇപ്പൊ ഞാൻ അടുത്ത ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുവാ വണ്ടിയില്. അപ്പൊ എന്റെ മനസ്സങ്ങ് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. അപ്പൊ എന്റെ ഇൻസ്ട്രക്ടർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആ കുട്ടി ഇങ്ങനെയാ ചെയ്തത്, അപ്പം നീ ഇങ്ങനെ ചെയ്യരുത്, സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ സമാധാനത്തോടെ ഈ ദൈവവചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് എന്റെ എക്സാമിനർ വന്ന് കയറി. ഞാന് വണ്ടി എടുത്തു പോയി സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് പാർക്കിംഗ് ആയിരുന്നു ഇച്ചിരി കൂടെ പേടി. അപ്പം ഞാൻ പാർക്ക് ചെയ്യാനായിട്ട് തിരിച്ചിങ്ങനെ വരുക. അപ്പൊ ഞാൻ എടുത്തോണ്ട് പോയ സമയത്ത് എന്റെ പാർക്കിംഗ് ലോട്ടിൽ ഫുള്ള് വണ്ടികളായിരുന്നു. അപ്പം തിരിച്ചു വന്നപ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് എനിക്ക് ലൈനിൽ അകത്ത് കയറ്റണം, 2 ലൈനിന്റെ ഇടയ്ക്ക് കയറ്റണമല്ലോ. അപ്പം അത് കറക്റ്റ് ആവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത്. വണ്ടികൾ അടുത്തുണ്ടെങ്കിൽ ഞാൻ തെറ്റിക്കുമോന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് ഞാൻ എല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തിരിച്ച് വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് അവിടെ വന്നപ്പോ പാർക്കിംഗ് ലോട്ടിൽ ഒരു വണ്ടിയില്ല ശരിക്കും. അപ്പം ഒരു വണ്ടിയും കാണുന്നില്ല. ടെസ്റ്റ് എടുക്കാൻ വന്ന ഒരു വണ്ടികളും തന്നെ കാണുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് എന്റെ എക്സാമിനർ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവര് ഓരോ സ്പോട്ട് തന്നെ ഇന്നടുത്ത് പോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും എനിക്ക് കറക്റ്റ്, അല്ലെങ്കിൽ ഇന്ന വണ്ടിയുടെ ഇടയ്ക്ക് പോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പെട്ടുപോകും. കാരണം എനിക്ക് ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ആ വണ്ടി കറക്റ്റ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ദൈവം നമുക്ക് തന്ന ഒരു വാഗ്ദത്തം. ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് കഷ്ടപ്പാട് അല്ലെങ്കിൽ എനിക്ക് വിഷമം, ഞാൻ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്ന സാഹചര്യങ്ങളിലും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വചനം 121 സങ്കീർത്തനം പറയും, ഞാൻ എന്റെ കണ്ണുപർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. അത് ഒരുപാട് ബലം ചെയ്യും. നമ്മൾ തന്നെ ഇരിക്കുന്ന അവസ്ഥകളിലും എല്ലാം ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ എന്റെ സാക്ഷ്യം ഇത്രയേ ഉള്ളൂ. എന്റെ സാക്ഷ്യം വലിയ സാക്ഷ്യമൊന്നുമല്ല, എന്നാൽ ഒരുപാട് പേരെ ബലപ്പെടുത്തും. കാരണം യൂത്തിന്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഒരുപാട് പേര് അടിമയായിട്ടുണ്ട്.
അപ്പം ഈ മദ്യപാനം കാരണം ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ തകരുന്നുണ്ട്. നമ്മുടെ ജീവിതം മാത്രമല്ല അത് അഫക്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഒരു പെഗ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് ദൈവം നമ്മളോട് ക്ഷമിക്കും. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി. അതൊരു അഡിക്ഷനായി മാറും. പിന്നെ അത് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചുറ്റിലുള്ളവരുടെ ജീവിതത്തെയും ഒരുപാട് കഷ്ടത്തിലേക്ക് നമുക്ക് ഒരുപാട് അഫക്റ്റ് ആവും. എന്റെ ഒരു ചെറിയ സാക്ഷ്യം. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമ്മൾ ഇത്രയും നേരം കേട്ട് നിന്നു. ആൻഡ് കർത്താവിന് നന്ദി പറയും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാടിയതുപോലെ തന്നെ യേശുവിന് കാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. നമ്മുടെ ഏറ്റവും ചെറിയ സാക്ഷ്യമായിരിക്കും കർത്താവ് നമ്മളെ ഓരോരോ സ്ഥലത്തും വലുതായിട്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ചേച്ചി പറയുന്ന കുറേ കാര്യങ്ങൾ റിലേറ്റബിളായിട്ട് തോന്നും. ആൻഡ് അതുമാത്രമല്ല, ഇത് എല്ലാ സാക്ഷ്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് കർത്താവിൽ ആശ്രയിച്ച ഒരു വ്യക്തിയും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കത്തില്ല. നമ്മളെ ഒരിക്കലും കർത്താവ് ഷേമിൽ കൂടെ പോകാൻ സമ്മതിക്കത്തില്ല. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ അത് മാത്രം മതി. ഹല്ലേലൂയ. ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും. ലിഫ്റ്റ് അപ്പ് ടു ദി മൗണ്ടൻസ് ആൻഡ് വേർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം? മൈ ഹെൽപ്പ് കം ഫ്രം ദി ലോർഡ് ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഞാനത് എടുത്തു വെച്ചിരുന്നായിരുന്നു വായിക്കാൻ വേണ്ടി. ചേച്ചി അതന്നെ പറഞ്ഞു. നമ്മൾ ഈ ദിവസങ്ങൾ കർത്താവിൽ ഇനി ആശ്രയിക്കുക. നമ്മുടെ ബുദ്ധിയാൽ പ്രവർത്തിക്കുന്നതിനെക്കാട്ടിലും അധികമായി കർത്താവിൽ ആശ്രയിച്ച് നമ്മളുടെ ഓരോ ചുവടുകൾ വെച്ചാൽ കർത്താവ് എല്ലാ കാര്യങ്ങളെയും നോക്കി നടത്താൻ വേണ്ടി വിശ്വസ്തരാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. ഡാനേച്ചനും പ്രാർത്ഥിച്ച് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. Hallelujah, hallelujah, Lord. Thank you for this wonderful day which you have given us, of our Lord. Lord, the wonderful testimony which we heard of our Lord. Thank you, Father, for all the encouraging words of our Lord which we heard of our Lord. Thank you for speaking to us of our Lord. Lord, thank you, Father, for all the little and great things which you have done for us of our Lord. Lord, even if of our Lord we had to wait for Father Lord for some time of our Lord, you have always kept for us of our Lord a better portion for us of our Lord. Thank you, Father, for helping Lord, for keeping us of our Lord out a better portion for us and each and every time of our Lord. Even though we might, Father Lord, at the times of our waiting period of our Lord, out Father Lord, we might get sad, we might get depressed of our Lord. But when it comes forth of our Lord, thank you, Father, for the wonderful things which you have prepared of our Lord. We submit and surrender everything into your hands, Lord. All the members who have joined of our Lord, Lord, let their spiritual life be a blessing of our Lord in the coming days of our help them to grow in their spiritual lives of our Lord. We submit and surrender everything into your hands, Lord. In the name of Jesus Christ we pray. Amen, amen, amen. Thank you so much, Chechi, for joining. God bless you, and God bless you all for joining. God bless you too.